എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതെന്താണ് സംഭവം, എനിക്കിതുകൊണ്ട് എന്തു ഗുണം എന്ന്. ഒറ്റ വാക്യത്തിൽ അവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന, അവർക്ക് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന ഒരു മറുപടി എങ്ങനെ കൊടുക്കും? ആ ഒരു കിടിലൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കും. മാർക്കറ്റിൽ നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്, അല്ലേ? ഒരു കസ്റ്റമറുടെ മുന്നിൽ ഒരു 10 ഓപ്ഷൻസ് വെച്ചാൽ അതിൽ നിന്ന് എന്തിനവര് നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കണം? ഈ ഒരു ചോദ്യം, ഇതിലാണ് എല്ലാം ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏതൊരു ബിസിനസിന്റെയും വിജയരഹസ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ്. നമുക്ക് ഒരുമിച്ച് ആ ഉത്തരം കണ്ടെത്താൻ നോക്കാം. അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തെയാണ് നമ്മളൊരു പേരിട്ട് വിളിക്കുന്നത് കോർ വാല്യൂ പ്രൊപ്പോസിഷൻ. കേട്ടിട്ട് വലിയ സംഭവമായിട്ട് തോന്നണ്ട. ഇത് വെറും ഒരു ടാഗ് ലൈനോ അല്ലെങ്കിൽ ഒരു പരസ്യവാചകമോ ഒന്നുമല്ല. സത്യത്തിൽ നിങ്ങളുടെ ബിസിനസ് എന്തിനാണ് നിലനിൽക്കുന്നത്, നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന യഥാർത്ഥ മൂല്യം എന്താണ് എന്നതിന്റെ ആത്മാവാണ് ഈ സംഭവം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, നല്ല കിടിലനായിട്ട് എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാം. ആദ്യം ആ പ്രധാനപ്പെട്ട ചോദ്യം ഒന്നുകൂടെ ഉറപ്പിക്കും. അവർ എന്തിന് നിങ്ങളെ തിരഞ്ഞെടുക്കണം? പിന്നെ നിങ്ങളുടെ കസ്റ്റമറെയും അവരുടെ പ്രശ്നങ്ങളെയും പറ്റി സംസാരിക്കും. അടുത്തത് നിങ്ങളുടെ പരിഹാരവും അതിന്റെ പ്രത്യേകതയും എന്താണെന്ന് നോക്കും. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ എങ്ങനെ അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുമെന്ന് നോക്കാം. അവസാനം ഇതെല്ലാം കൂടിച്ചേർത്ത് ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കും. ഇതൊരു വർക്ക്ഷോപ്പ് പോലെ കണ്ടാൽ മതി. ഇത് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് സ്വന്തമായി ഒരെണ്ണം എഴുതാൻ പറ്റും. റെഡിയല്ലേ? തുടങ്ങാം. അപ്പം നമ്മുടെ ആദ്യത്തെ പോയിന്റ്, നമ്മുടെ വഴികാട്ടി, നമ്മുടെ നോർത്ത് സ്റ്റാർ എന്നു പറയുന്നത് ഈ ഒരൊറ്റ ചോദ്യമാണ്. എന്തിനാണ് ഒരാൾ നിങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മളിതിന്റെ ഓരോ ഘട്ടത്തിലൂടെ പോകുമ്പോഴും ഈ ചോദ്യത്തിലേക്ക് തന്നെ തിരികെ വരും. കാരണമെന്താണെന്നറിയോ? നമുക്ക് വേണ്ടതൊന്നേ ഉള്ളൂ, ക്ലാരിറ്റി. അതായത് നല്ല വ്യക്തത. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു കിടിലൻ വാല്യൂ പ്രപ്പോസൽ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താ? നമ്മളെപ്പറ്റി സംസാരിക്കുകയല്ല, മറിച്ച് നമ്മുടെ കസ്റ്റമറെപ്പറ്റി ചിന്തിക്കുകയാണ്. എല്ലാം തുടങ്ങുന്നത് അവരെ ശരിക്കും മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. അവരുടെ ഏറ്റവും വലിയ തലവേദന എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിൽ നിന്നാണ്. ഇവിടെയാണ് മിക്കവാറും എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ ചോദിച്ചാൽ പറയും, എല്ലാവരും എന്റെ കസ്റ്റമറാണ് എന്ന്. പക്ഷെ അതൊരു വലിയ തെറ്റാണ്. ഈ സ്ക്രീനിൽ നോക്കൂ. ഇടതുവശത്ത് ഇൻവെന്ററിയിൽ സഹായം വേണ്ട ആർക്കും എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വലതുവശത്ത് ചെറുകിട റീറ്റെയിൽ ബിസിനസ്സുകൾ എന്ന് കൃത്യമായിട്ട് പറയുന്നത്. കണ്ടോ ആ വ്യത്യാസം? നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് എത്രത്തോളം കൃത്യമായി നിങ്ങൾക്കറിയാമോ, അത്രയും എളുപ്പമാകും ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോ നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അവരുടെ പ്രശ്നം കണ്ടുപിടിക്കലാണ്. വെറും പ്രശ്നമല്ല, അവരെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്ത അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ തലവേദന എന്താണ്? ഇപ്പം മാർക്കറ്റിലുള്ള സൊല്യൂഷൻസ് ഒന്നും എന്തുകൊണ്ടാണ് അവരെ തൃപ്തിപ്പെടുത്താത്തത്? ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. ശരി, അപ്പോൾ കസ്റ്റമറെ അറിയാം, അവരുടെ പ്രശ്നവും അറിയാം. ഇനി നമ്മുടെ റോളാണ്. നമ്മൾ എങ്ങനെയാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പോകുന്നത്? അതാണ് അടുത്ത വിഷയം. ഇവിടെയാണ് നിങ്ങൾ ഹീറോ ആകുന്നത്. എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ? വളരെ സിമ്പിളായിട്ട് പറയണം. ചിലപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം, എന്തുമാവാം. പോയിന്റ് ഇതാണ്, നിങ്ങളുടെ ഈ സംഭവം നേരത്തെ പറഞ്ഞ ആ പ്രശ്നത്തെ എങ്ങനെയാണ് നേരിട്ട് പരിഹരിക്കുന്നത്, അത് കൃത്യമായി പറയണം. പക്ഷേ ഒരു സൊല്യൂഷൻ ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ സൊല്യൂഷൻ എന്തുകൊണ്ട് സ്പെഷ്യലാണ്? മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നതെന്താണ്? നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന് കൊടുക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സംഭവം. അതാണ് നിങ്ങളുടെ സീക്രട്ട് സോഴ്സ്, നിങ്ങളുടെ യഥാർത്ഥ പവർ. അപ്പൊ ശരി, നമ്മുടെ കയ്യില് ഒരു കിടിലൻ സൊല്യൂഷനുണ്ട്. അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തവുമാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് കസ്റ്റമർ മനസ്സിൽ ഒന്നേ ചോദിക്കൂ, ഓക്കെ, ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഇതുകൊണ്ട് എനിക്ക് എന്തു ഗുണം കിട്ടും? നമ്മൾ പറയുന്ന ആ വാല്യൂ വെറും വാക്കുകളായ പോരാ, അവർക്കത് ശരിക്കും അനുഭവിക്കാൻ കഴിയണം. അതെങ്ങനെ റിയലാക്കാമെന്ന് നോക്കാം. നമ്മൾ കൊടുക്കുന്ന ഗുണങ്ങളെ അല്ലെങ്കിൽ ബെനിഫിറ്റ്സിനെ പൊതുവെ ഈ 4 കാറ്റഗറിയിൽ പെടുത്താം. നോക്കൂ. 1, നിങ്ങൾ അവരുടെ കാശ് ലാഭിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സമയമോ അധ്വാനമോ കുറയ്ക്കുന്നു. 3, അവരുടെ ക്ഷമത കൂട്ടുന്നു, അതായത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യാൻ സഹായിക്കുന്നു. 4, കുറച്ചുകൂടെ പേഴ്സണലാണ്. ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് മനസ്സമാധാനം കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കുന്നുണ്ടാവാം. ഇതിൽ ഏതാണ് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്? ഇതൊരു ഉദാഹരണമായിട്ട് നോക്കാം.
ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. നമ്മൾ വെറുതെ നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാം എന്ന് പറയുന്നതും സാധാരണ രീതിയിൽ 90% എഫേർട്ട് വേണ്ട ഒരു ജോലി ഞങ്ങളുടെ സിസ്റ്റം ഉപയോഗിച്ചാൽ വെറും 20% എഫേർട്ടിൽ തീർക്കാം എന്ന് കാണിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? രണ്ടാമത്തേത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസം വരും. അപ്പോൾ പറ്റുമെങ്കിൽ എപ്പോഴും കണക്കുകൾ വെച്ച് സംസാരിക്കുക. അത് നിങ്ങളുടെ വാക്കിന് ഒരുപാട് വില നൽകും. ഓക്കെ, അപ്പം നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തി. ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാ കഷ്ണങ്ങളും, അതായത് കസ്റ്റമർ, അവരുടെ പ്രശ്നം, നമ്മുടെ സൊല്യൂഷൻ, നമ്മുടെ പ്രത്യേകത, ഇതൊക്കെ ഒരുമിച്ച് ചേർത്ത് ആ മാസ്റ്റർപീസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനൊരു സിമ്പിൾ ഫോർമുലയുണ്ട്. നോക്കൂ, ഇങ്ങനെയാണത് പോകുന്നത്. 1, ഞങ്ങൾ ഇന്ന കസ്റ്റമറെ സഹായിക്കുന്നു. 2, അവർ ഇന്ന പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. 3, അതിന് ഞങ്ങൾ ഇന്ന സൊല്യൂഷൻ കൊടുക്കുന്നു. 4, മറ്റുള്ളവരെ പോലെയല്ല, ഞങ്ങൾ ഇന്നൊരു പ്രത്യേക കാര്യം ചെയ്യുന്നു. ഈ ഒരു ഫോർമാറ്റിൽ ഫിൽ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ആ ഫോർമുല വെച്ചൊരു ഉദാഹരണം നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇൻവെന്ററി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ചെറുകിട റീറ്റെയിൽ ബിസിനസ്സുകളെ ഞങ്ങളൊരു AI ബേസ്ഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് സിസ്റ്റം നൽകി സഹായിക്കുന്നു. പഴയ രീതിയിലുള്ള ട്രാക്കിംഗിൽ നിന്നും വലിയ വിലയുള്ള ERP സിസ്റ്റങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങളുടേത് വളരെ സിമ്പിളും വില കുറഞ്ഞതും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നതുമായൊരു ടൂളാണ്. കണ്ടോ, ഇതിൽ കസ്റ്റമർ ആരാണെന്ന് പറഞ്ഞു, അവരുടെ പ്രശ്നം പറഞ്ഞു, നമ്മുടെ സൊല്യൂഷൻ പറഞ്ഞു, നമ്മൾ എങ്ങനെ വ്യത്യസ്തരാണെന്നും പറഞ്ഞു. എല്ലാം ഒരൊറ്റ ക്ലിയർ സ്റ്റേറ്റ്മെന്റിൽ. അപ്പോ ഇനി നിങ്ങളുടെ ടേണാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ സ്വന്തം കഥ, നിങ്ങളുടെ ബിസിനസിന്റെ ആത്മാവ് എന്താണെന്ന് പറയാനുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ നോക്കൂ. നിങ്ങളുടെ ആ യുണീക്ക് വാല്യൂ എന്താണെന്ന് ലോകത്തോട് പറയാൻ സമയമായി. കാരണം നിങ്ങളുടെ കഥ കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്.